ഇന്നാണ് വിധി ദിനം. രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ 2-ൽ കടക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് RCBയുമായുള്ള മത്സരഫലം തീരുമാനിക്കും. ഇന്നലെ ആദ്യ ക്വാളിഫയർ നടന്ന അതേ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച SRHന് അടിതെറ്റിയിരുന്നു. അതിനാൽ തന്നെ ടോസ് നേടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. ഇന്നലെ സ്റ്റാർക്കിൻ്റെ പ്രകടനം ബോൾട്ടിന് ആവർത്തിക്കാനായാൽ മത്സരം രാജസ്ഥാൻ നേടും. ജയ്സ്വാൾ, സഞ്ജു, പരാഗ് ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒരു ലോങ് ഇന്നിങ്സ് കളിച്ചേ തീരൂ. RCB നിരയിൽ ബാറ്റേഴ്സ് എല്ലാവരും മികച്ച ഫോമിലാണ്. എന്നാൽ രാജസ്ഥാന കാര്യങ്ങൾ അങ്ങനെയല്ല. സഞ്ജു സാംസന്റെ തന്ത്രങ്ങളിലായിരിക്കും മത്സരശേഷം വിലയിരുത്തപ്പെടുക. മത്സരം തോറ്റാൽ ക്രൂശിക്കപ്പെടുന്നവരിൽ മുന്നിൽ സഞ്ജു തന്നെയായിരിക്കും. ഇന്നലെ SRH ഓപ്പണേഴ്സിൻ്റെ ഒരുമിച്ചുള്ള പുറത്താകലാണ് തിരിച്ചടിയായത്. പിച്ച് ബാറ്റിങ്ങിനെയും ബോളിങ്ങിനെയും പിന്തുണക്കുന്ന ഒന്നാണ്. എങ്കിലും തുടക്കത്തിൽ സീമേഴ്സിനെ പിന്തുണ കിട്ടാൻ സാധ്യത കൂടുതലാണ്. മത്സരത്തിന് മഴ ഭീഷണി ഇല്ല എന്നത് ആശ്വാസ വാർത്തയാണ്. പവലിനെ ഒരിക്കൽ കൂടി ഇമ്പാക്ട് പ്ലെയർ ആക്കുമോ എന്ന് രാജസ്ഥാൻ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പണിംഗിൽ ജയ്സ്വാളിനൊപ്പം കാഡ്മോർ തന്നെയായിരിക്കും ഇറങ്ങുക. വമ്പനടിക്ക് പേരുകേട്ട താരം തന്നെയാണ് കാഡ്മോർ. അടുത്ത IPL മെഗാലയം മുന്നിലുള്ളതിനാൽ താരങ്ങൾ മികച്ച പ്രകടനം തന്നെയായിരിക്കും ലക്ഷ്യം വയ്ക്കുക. പിച്ചിൻ്റെ സ്വഭാവം പരിഗണിച്ചുള്ള ടീം തന്നെയാകും രാജസ്ഥാൻ ഇറക്കുക. 4 തുടർ പരാജയങ്ങളും മഴവില്ലനായ മത്സരവും അടക്കം 5 മത്സരങ്ങളിലാണ് വിജയം രാജസ്ഥാനിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് വിജയത്തിൽ കുറഞ്ഞ ഒന്നും രാജസ്ഥാൻ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. ചഹൽ അശ്വിൻ കോംബോ മധ്യ ഓവറിൽ ക്ലിക്കായാൽ രാജസ്ഥാന് മുൻതൂക്കം ലഭിക്കും. RCBക്ക് നിലവിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല. കോഹ്ലിയും ഡുപ്ലീസിയും പവർ പ്ലേ പൂർത്തിയാക്കിയാൽ പിന്നീട് RCBക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പവർ പ്ലേയിൽ RCBയുടെ 2 വിക്കറ്റ് നേടാനായാൽ അത് രാജസ്ഥാന് മുൻതൂക്കം നൽകുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കാം ഇന്നത്തെ മികച്ച ഒരു ത്രില്ലർ പോരാട്ടത്തിനായി.